ചക്കപ്പഴം വ്ളോഗാണ് കേട്ടോ. മുഴുത്തൊരു ചക്ക വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് നമ്മുടെ ഒരു പ്ലാവേല് ആദ്യമായിട്ട് പറിച്ച് പഴുപ്പിക്കുന്ന ചക്കയാ. അപ്പൊ ഇത് കൂടെയാണോ വരിക്കയാണോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഈയിടെ വീട്ടിൽ പോയപ്പോ അച്ഛൻ ഇതിന്റെ ചക്ക കുറച്ച് പുഴുങ്ങാനും തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചക്ക നമുക്ക് പഴുപ്പിക്കാനും തന്നു. അപ്പൊ അത് പഴുത്തിട്ടുണ്ട്, നമുക്കൊന്ന് മുറിച്ചു നോക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുറിക്കുമ്പോ കൂടെയാണോ വരിക്കയാണോന്നൊന്നും അറിയത്തില്ല. അപ്പൊ അത് മുറിച്ച് നോക്കിയിട്ട് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പ്ലാവേലുണ്ടായ ആദ്യ ചക്ക പഴുപ്പിച്ച ചക്ക ഒന്ന് മുറിച്ച് നോക്കും, എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയത്തില്ലേ. പഴുത്ത ചക്കയായിട്ട് നമുക്ക് ഈ കത്തി കൊണ്ട് മുറിച്ചാല് മുറിയും. അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ നിന്ന് അച്ഛൻ മുറിച്ച് എല്ലാം ഈ കരിമുള്ളൊക്കെ കളഞ്ഞിട്ടാട്ടോ നമുക്ക് ചക്ക വരുന്നേ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിക്കാൻ എളുപ്പമല്ലേ. ഇത് കണ്ടിട്ട് എനിക്കൊരു കൂഴപ്പരുവും ഉണ്ട് കേട്ടോ. നന്നൂരി ഇങ്ങനെ പളപളാന്ന് എങ്ങുന്നു. മുറിച്ചു നോക്കാം നമുക്ക് ഏതായാലും. കൂഴയായാലും വരിക്കയായാലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അച്ചൂട്ടന്. കുറെ ദിവസമായി ഇത് പഴുത്തോന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. കൂഴയാണേ. ഓ, ഇത് കൂഴയാ. കൂഴപ്പഴം ഇഷ്ടമുള്ളവരാരാ ഉള്ളേ? ഇത് കൂഴയാണ്. ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല മധുരമുണ്ട് കേട്ടോ. നല്ലതാണെന്ന് പറഞ്ഞാലും നല്ല മധുരമുണ്ട്. നമുക്ക് അരക്കൊക്കെ ഒന്ന് കളയാം. പിന്നെ കൂഴപ്പഴം നമുക്ക് ഇത് നമ്മുടെ കുറുക്കുട്ടി ഇലയില്, നമ്മുടെ വട്ടയിലയില് അപ്പം ചൂടാൻ നല്ലതാട്ടോ. കൂഴപ്പഴം വട്ടയിലയില് അപ്പം ചുട്ട് തിന്നിട്ടുണ്ടോ? ചക്ക മൂടാന്ന് പറയും. നമ്മൾ കാസർഗോഡുകാര് ചക്ക മൂടാന്ന് പറയും കേട്ടോ. അപ്പൊ ഇതാണ്ട് ചിലർക്ക് നല്ല തേൻവരിക്കയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല കൂഴപ്പഴം ആയിരിക്കും ഇഷ്ടം. അപ്പൊ കൂഴപ്പഴം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ചോദിക്കാനില്ല, വിഴുങ്ങിപ്പോവും. നല്ല ഇതുണ്ട്, നല്ല മധുരമുണ്ട് കൂഴപ്പഴത്തിന്. നല്ല വരിക്കയായിരിക്കും എന്നൊക്കെയാ വിചാരിച്ചിരുന്നത്. അപ്പൊ അത്രയോട് ഇത് വിളിച്ചു പറയട്ടെ, നമ്മുടെ ഈ ചക്കയുടെ കൂഴപ്പഴമാണെന്ന്. അപ്പൊ ഏതായാലും നമുക്കൊന്ന് ചക്കമൂടൊക്കെ ഉണ്ടാക്കണം. അപ്പം കൂഴപ്പഴം ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് കമന്റ് ചെയ്തേരെ. അപ്പൊ ഇതേണ്ട ഇതെല്ലാം ഒന്ന് മുറിച്ചെല്ലാം പെറുക്കി എടുത്തിട്ട് അട ഉണ്ടാക്കട്ടെ കേട്ടോ. വരിക്കയാണെങ്കിൽ നമുക്ക് ചവയ്ക്കാൻ കിട്ടും സംഭവം. ഇതിപ്പോ ഇതാണ്ട്